അങ്ങേ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ദിവസമാണ്. സഹോദരി BJP-യിലേക്ക് പോകുന്ന ഒരു വാർത്ത ഞെട്ടിലോടെയായിരിക്കും കേട്ടിട്ടുണ്ടാവും. അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു തീരുമാനമാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനൊരു തീരുമാനം പത്മജയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ ഞാൻ ചാനലിൽ കണ്ട ചില സൂചനകളിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അവഗണനയുണ്ടായി, ചിലരൊക്കെ ഒരു മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ കാലുവാരാൻ നോക്കി എന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ കാണുകയുണ്ടായി. പക്ഷേ കോൺഗ്രസ് പാർട്ടി പത്മജയ്ക്ക് മുന്തിയ പരിഗണനയാണ് എല്ലാ കാലത്തും കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാനൊക്കെ 2011 വട്ടിയൂർക്കാവിൽ എന്നെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ആ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെട്ട പഴയ തിരുവനന്തപുരത്തിൻ്റെ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് നിയോജകമണ്ഡലങ്ങൾ LDFൻ്റെ MLA-മാരായി. ആ സീറ്റിലാണ് ഞാൻ 16,000-ൽ പരം വോട്ടിന് വിജയിച്ചത്. ഞാൻ വടകരയിൽ ചെല്ലുമ്പോൾ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മരണത്തിനെ തുടർന്നുള്ള സിമ്പതിയിൽ പോലും LDF ജയിച്ച നിയോജകമണ്ഡലമായിരുന്നു. അത്രമല്ല, മുല്ലപ്പള്ളിയുടെ 2ാം വട്ട വിജയം 3000 വോട്ടിനാണ്. ആ 3000 വോട്ടിൽ ആ നിയോജകമണ്ഡലത്തിൽ നല്ല വേരോട്ടമുള്ള അന്നത്തെ JDU, ഇപ്പോൾ RJD-യാണ്, ആ പാർട്ടി മുന്നണി വിട്ട സമയത്താണ് ഞാനവിടെ മത്സരിക്കുന്നത്. അവിടെ 84,600 വോട്ടിന് എനിക്ക് ജയിക്കാൻ കഴിയും. അത് എൻ്റെ മിടുക്കുകൊണ്ടല്ല, UDF ഒറ്റക്കെട്ട എന്നോടൊപ്പം നിന്നതുകൊണ്ടും ആ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ എനിക്ക് അറിഞ്ഞു വോട്ട് ചെയ്തുകൊണ്ടാണ്. എന്നാൽ പത്മയെ സംബന്ധിച്ച് അവർ 2004-ൽ മൂന്നാപുരത്ത് മത്സരിക്കുമ്പോൾ 999-ൽ അദ്ദേഹം 52,000 വോട്ടിന് ജയിച്ച നിയോജകമണ്ഡലത്തിലാണ് പത്മജയ്ക്ക് പാർട്ടി സീറ്റ് നൽകുകയും അവിടെ 1.5 ലക്ഷം വോട്ടിന് നമ്പാടനോട് പരാജയപ്പെട്ടു. നമ്പാടൻ തന്നെ ആ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് നടക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി, ഈ വോട്ടൊക്കെ എവിടുന്നാണ് വരുന്നത് എന്ന് അദ്ദേഹം ചോദിച്ച രംഗം അന്ന് ചാനലിൽ വന്നിരുന്നു. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ 2011-ൽ തേറമ്പിൽ രാമകൃഷ്ണൻ 12,000-ൽ പരം വോട്ടിന് ജയിച്ച നിയോജകമണ്ഡലത്തിൽ പത്മജയ്ക്ക് പാർട്ടി സീറ്റ് കൊടുത്തു. 7,000 വോട്ടിന് പരാജയപ്പെട്ടു. കഴിഞ്ഞ നിയമസഭയിൽ അതേ തൃശ്ശൂർ സീറ്റ് കൊടുത്തു. ത്രികോണ മത്സരത്തിൽ 1000 വോട്ടിന് പരാജയപ്പെട്ടു. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചിലരൊക്കെ കാലുവാരാൻ നോക്കിയെന്ന് പറയുമ്പോൾ അങ്ങനെ ചില വ്യക്തികൾ കാലുവാരിയാൽ തോൽക്കുന്നതാണോ ഒരു തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ? അങ്ങനെയാണെങ്കിൽ എന്നെയൊക്കെ ഒരുപാട് പേര് വാരിയിട്ടുണ്ട്. ഞാൻ കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കാൻ പോയിട്ടില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ജനങ്ങളെ പൂർണ്ണമായിട്ടും നമ്മൾ ജനങ്ങൾക്ക് വിധേയരായാൽ ഇതൊന്നും നമ്മൾ ഏൽക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു കാരണത്തിനും ഒരടിസ്ഥാനവുമില്ല. പിന്നെ ഈ ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാനൊരു ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് പോകേണ്ടി വന്നപ്പോൾ LDF-ഉം UDF-ഉം ഞങ്ങൾ എടുക്കാത്ത കാലത്ത് അന്ന് പോലും ഞാൻ BJP-ആയിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അന്ന് വേണമെങ്കിൽ ആ മുന്നണിയിൽ ചേരാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധി ചെയ്യാത്ത ആളാണ്. അങ്ങനെയുള്ള കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ BJP-ക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങളുടെ പോരാട്ട വീര്യം തളരില്ല. ഞങ്ങൾ ശക്തമായി ഫൈറ്റ് ചെയ്യും. പത്മജ എടുത്തുകൊണ്ട് കാശിൻ്റെ ഗുണം BJP-ക്ക് കേരളത്തിലുണ്ടാവില്ല. എല്ലായിടത്തും BJP-യെ ഞങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് തള്ളും, യാതൊരു സംശയവുമില്ല. 1-ാം സ്ഥാനം എന്നവർ പ്രതീക്ഷിക്കുന്ന നിയോജകമണ്ഡലത്തിൽ പോലും അവർക്ക് 3-ാം സ്ഥാനത്ത് പോകേണ്ടി വരും. അതിന് UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഈ ചതിക്ക് ശക്തമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ തന്നെ ഞങ്ങൾ പകരം ചോദിക്കും. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെയുള്ള ഒരു ചർച്ചകൾക്ക് അനന്തരഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും താങ്കളും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരുന്നു, ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നോട് BJP-യിലേക്ക് പോകുക എന്നുള്ള സൂചന പോലും ഈ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പാർട്ടിയിലെ ഇതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്.
അത് സാധാരണ ഒരു കാര്യം തന്നെയാണല്ലോ, അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ എൻ്റെ ധാരണ അങ്ങനെ തീരുമാനത്തിലേക്ക് പോകില്ല എന്ന് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, വിളിക്കാനൊക്കെ ധാരാളം ആളുണ്ട്, പക്ഷേ നമുക്ക് ഈ പാർട്ടി വിട്ടു പോകാൻ കഴിയില്ലല്ലോ. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ, അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ ഇത്രയും കടുത്ത തീരുമാനത്തിലേക്ക് പോയി? വിശേഷിച്ച് ഇപ്പോൾ പാർട്ടിയിൽ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കെ കരുണാകരനെ ചിതയിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പുതപ്പിച്ച പതാകയുണ്ട്, കോൺഗ്രസിൻ്റെ തുറന്ന പതാക. അത് ഞങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടാണ് ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ. സ്ഥാനങ്ങൾ വരുമ്പോൾ അത് ജനാധിപത്യത്തിൽ സാധാരണയാണ്. ഒരു പ്രസ്ഥാനത്തിൽ നിന്നാൽ ചിലത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയതിൻ്റെ കണക്ക് ഓർക്കേണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വരെ നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അതൊരു വഴിവിരിയല്ല. കുടുംബത്തിലെ പ്രയാസങ്ങൾ കുടുംബത്തിൻ്റെ അകത്ത് പറയാറുണ്ട്, ചിലപ്പോൾ പുറത്തും പറയാറുണ്ട്. എന്ന് വിചാരിച്ച് പാർട്ടി വിട്ടുപോകലാണ്. ഇത്ര കാലം ഒപ്പം നിന്നൊരു പാർട്ടി, ഇപ്പോൾ അവർക്കും പഴയകാല കാര്യങ്ങളൊക്കെ അറിയാലോ. എന്തുമാത്രം സാമ്പത്തികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയപ്പോൾ ഞങ്ങളുടെ അച്ഛൻ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്തൊന്നും ഇതുപോലുള്ള സൗകര്യങ്ങളൊന്നും MLA-മാർക്കില്ല. ഞാനൊക്കെ ജനിക്കുമ്പോൾ അത് MLA പോലും അല്ല, തിരുകൊച്ചി സംസ്ഥാനത്ത് MLA ആയിരുന്ന വ്യക്തി അന്നും താമസിച്ച വാടക വീട്ടിലാണ്. മുരളി മന്ദിരം ഉണ്ടാക്കുന്നത് 1962 കാലത്താണ്. അന്ന് അദ്ദേഹം ഒന്നുമല്ല, സാധനമില്ല. 60-ൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു. എന്നിട്ട് പോലും അദ്ദേഹം കുലുങ്ങിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു കൊണ്ടി വന്നു, ശരിയാണ്. പക്ഷേ അതിന് പൂർവാധി അദ്ദേഹം പോലും ക്ഷമ പറഞ്ഞിട്ടല്ലേ തിരിച്ചു കയറിയത് പാർട്ടി. കാരണം ഇത് അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയാണ് കേരളത്തിൽ. പ്രത്യേകിച്ച് 1978 ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കുമ്പോൾ അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല ആർക്കും. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അദ്ദേഹം നിന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 78 പാർട്ടി വളർന്നപ്പോൾ അന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് രാഷ്ട്രീയം വീട്ടിൽ സംസാരിക്കുന്നത്. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിന്നാൽ ഒരു പക്ഷേ രാഷ്ട്രീയ അന്ത്യമായിരിക്കും, പക്ഷേ ഞാൻ അവരുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, അവരോടൊപ്പം മുങ്ങാനും ഞാൻ തയ്യാറാണ്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചവരാണ് ഞങ്ങളൊക്കെ. ആ പാർട്ടിയല്ലേ ഈ പാർട്ടി. ഒരു ഘട്ടത്തിൽ പുറത്തു കൊണ്ടി വന്നപ്പോഴും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയൊക്കെ ഞങ്ങൾ നെഞ്ചിലേറ്റിയതാണ്. ഞാൻ കോൺഗ്രസിന് പുറത്തുള്ളവരെപ്പോഴും നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം, അവരുടെയൊക്കെ ജന്മദിനങ്ങളും ചരമദിനങ്ങളൊക്കെ ആചരിച്ചവരാണ് ഞങ്ങളൊക്കെ. നിലവിലുള്ളവരോട് കുറച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിച്ചു. അപ്പോൾ അതിനുശേഷം കിട്ടിയ സ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കണ്ടേ. ഒരു ബന്ധം വെറുപിരിയലാണോ? അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഒരു തരത്തിലുള്ള ബന്ധുവാരുമായിട്ടില്ല. കോൺഗ്രസിന്റെ രണ്ട് നേതാക്കന്മാർ, ഏറ്റവും വലിയ രണ്ട് നേതാക്കന്മാരുടെ മക്കളാണ് ഇങ്ങനെ ഒരു BJP-യിലേക്ക് പിന്മാറുന്നത്. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും കോൺഗ്രസിന് അതിനുള്ളിൽ നടക്കുന്നത്? അതിന്റെ എന്തെങ്കിലും വിഷയങ്ങൾ ഇതൊന്നും പോയാൽ ഇത് ഞാൻ പറയാം. പാർട്ടി ഇവരെ രണ്ട് നേതാക്കന്മാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും അനുഭവിക്കാത്ത മക്കൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ദുഷ്ടബുദ്ധി ഉണ്ടാവും. ഞാൻ കുറേ അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി വിട്ട് ഈ രാജ്യം നശിപ്പിക്കുന്ന ഒരു ശക്തിയുടെ കൂടെ ചേരാൻ പോകുന്നത്. പ്രോത്സാഹിപ്പിക്കാനും ചിരിക്കാനും കളിയാക്കാനൊക്കെ ആൾക്കാരുണ്ട്, ഞങ്ങൾക്കറിയാം. അതിനെയൊക്കെ ഞങ്ങൾ നേരിടും. നേതൃത്വത്തിന് കഴിയാഞ്ഞിട്ടല്ല, അവനവൻ്റെ ആഗ്രഹങ്ങൾ അതിലേറെ വളർന്നു കഴിഞ്ഞാൽ വർക്ക് അറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ. ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ടോ എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതാവുന്ന തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇമാരി ചതി. ഇതിനെ ചതി എന്നല്ലാണ്ട് എന്താ പറയുക? എനിക്ക് അതിൽ അറിഞ്ഞൂടാ. ഒരു ED എൻ്റെ അടുത്ത് വരാറില്ല. അതെനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഏതാ പൈസ ഇറക്കിയാണ് കോൺഗ്രസ് നേതാക്കളെ എടുക്കുന്നത്, കൂടുമാറ്റം ഉണ്ടാവുന്നതാണ് പൊതുവിൽ ദേശീയ. ഞാൻ പറയട്ടെ, ഒരു സുപ്രഭാതത്തിൽ ഒരു വ്യക്തി പാർട്ടിയിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ പിന്നിൽ, പക്ഷെ തെളിവില്ലാണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ED-യും KD-യൊന്നും ഞങ്ങളുടെ അടുത്തൊന്നും വരില്ല. അത് കണ്ട് ഞങ്ങളെ പേടിപ്പിക്കും വേണ്ട. നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചിട്ട് ഒരു ED എൻ്റെ അടുത്ത് വന്നില്ലല്ലോ. ഇനി ED വന്നായിട്ട് പേടിക്കാനും പോകുന്നില്ല. അതിനൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് വെച്ച് ഞങ്ങൾ കണ്ടോളാം. വടകരയിലെ വോട്ടർമാരെ അവർക്ക് എന്നെ അറിയാം. ഒരു കാരണവശാലും വർഗീയതയായിട്ട് കോംപ്രമൈസ് ചെയ്യാത്ത ആളാണെന്ന് എന്നെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ പരിപ്പൊന്നും അവിടെ വേവില്ല. അത് വേവുന്ന ചില വിചാരിച്ചിട്ടാണ് ചിലരൊക്കെ അവിടെ കൊണ്ടുപോയതിന് പിന്നെ നിയമത്തിൻ്റെ പ്രതികാരം തീർക്കും എന്നുള്ള വാശിയുടെ പല രൂപത്തിലൊന്നായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അങ്ങനെ യാതൊരു കാര്യം പാർട്ടി പറഞ്ഞാൽ ഞാൻ ശക്തമായിട്ട് പോരാടും. എൻ്റെ പാർട്ടിയുടെ നയങ്ങൾ വെച്ചുകൊണ്ട് എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ഞങ്ങൾ പോരാടും ശക്തമായിട്ട്. ഭാരതരത്നത്തിന് ഒരു വിലയില്ലാണ്ടായി. അതിനോട് എല്ലാ ബഹുമാനവും നിലനിർത്തി പറയാൻ ഈ അടുത്ത കാലത്ത് കൊടുത്ത ഭാരതരത്നം മുഴുവൻ വോട്ട് കിട്ടാൻ വേണ്ടി നടത്തുന്ന മറ്റേ ഒരു ഏർപ്പാടായിട്ട് മാറി. അല്ലാതെ പഴയ കാലത്തെ ഭാരതരത്നത്തിന്റെ വിലയൊന്നും ഇപ്പോഴില്ല. ഇപ്പൊ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുക വരുന്നവർക്ക് കൊടുക്കാൻ. ഈ കരുണാകര ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ തന്നെ മത്സരിക്കില്ല എന്ന് പറയാൻ കാരണം അതിന്റെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകും, അത് മുന്നോട്ട് പോകുന്നില്ല, സർക്കാർ പൂർണ്ണമായിട്ട് അതുകൊണ്ടാണ് അത് സീരിയസ് ആയിട്ട് പാർട്ടി എടുക്കുകയും KPC പ്രസിഡന്റിന്റെയും പത്മജയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന് അതിന്റെ കാര്യങ്ങൾക്ക് രൂപം നൽകുകയും ഏതാണ്ട് അതിന്റെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 60 ലക്ഷം രൂപ അതിനുവേണ്ടി പിരിച്ചെടുക്കുകയും ചെയ്യും. അതിപ്പോൾ 1 കോടിയായിട്ടുണ്ട്. 60 ലക്ഷം എൻ്റെ സാന്നിധ്യത്തിലാണ് DCC കൈമാറുന്നത്. അത് കാരണമല്ല. പിന്നെ എന്തായിരിക്കാം? അതാണ് തീർച്ചയായും അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. കാരണം വർഗീയ കക്ഷിയുടെ കൂടെ പോയത് കൊണ്ട് അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കും. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അല്ലാതെ കുടുംബത്തിൽ സഹോദരി സ്നേഹം ഇനിയിപ്പോൾ അങ്ങനത്തെ യാതൊരു സ്നേഹവും പിന്നെ സ്വത്ത് തർക്കമൊന്നും ഞങ്ങൾ തമ്മിലില്ല. അച്ഛൻ അങ്ങനെ അധികം സമ്പാദിച്ചു തന്നിട്ടില്ല. അച്ഛൻ സമ്പാദിച്ചൊക്കെ എല്ലാവർക്കുമായിട്ട് തന്നിട്ടുണ്ട്. സ്വത്ത് തർക്കമില്ല, ഒരു തർക്കമില്ല. പക്ഷേ പാർട്ടിയെ ഒരു ഘട്ടത്തിൽ ചതിച്ചവരുമായിട്ട് അത് സഹോദരിയാണെങ്കിൽ ഇനിയൊരു കോംപ്രമൈസ് ഇല്ല. എങ്ങനെ 1% പോലും അവകാശപ്പെടാൻ പറ്റില്ല. 1% പോലും. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഖ്യകൾ നിരങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒറ്റക്കെട്ടായി ഞങ്ങൾ അക്കാര്യത്തിൽ ഒരുമിച്ച് സീനുകളൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ ബന്ധം ഞാൻ പറഞ്ഞ പോലെ ആ ബന്ധം ഇനിയില്ല. അത് നല്ല കാര്യമാണ്. മത്സരിച്ചാൽ സംഭവം നോട്ടയ്ക്കാണോ കിട്ടുക BJPക്കാണോ കിട്ടുക അന്ന് നമുക്ക് കാണാം.